വണക്കം, നമസ്കാരം, സസ്യക്കാൾ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ ശിവഭഗവാൻ. നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്ന ഒരു ദൈവം എന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ ശിവനാണ്. ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാത്തിനും സൊല്യൂഷൻ കാണുന്ന, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു ഭഗവാൻ, അല്ലെങ്കിൽ ഒരു അമ്പലം, ശിവക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു തിരുവാലൂർ എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അഗ്നിപ്രതിഷ്ഠയാണ്. അഗ്നിപ്രതിഷ്ഠയുള്ള വളരെ ചുരുക്കം ചില ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാലൂർ ക്ഷേത്രം. ഇതിന്റെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ശിവൻ പാർവതിയുടെ അടുത്ത് പിണങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വളരെ ദേഷ്യഭാവത്തോടു കൂടി ഇരിക്കുന്ന ഒരു ആളാണ് ആ അമ്പലത്തിലുള്ളത്. ശിവന്റെ പല രൂപങ്ങളായിരിക്കും പല അമ്പലങ്ങളിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇപ്പോ കാശി രാമേശ്വരം ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശിവഭഗവാന്റെ രൂപമായിരിക്കും കാണാൻ പറ്റുക. നേരെ മറിച്ച് നമ്മള് ഹിമാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ കൈലാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശാന്തസ്വരൂപനായ ശിവനായിരിക്കും കാണാൻ പറ്റുക. അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ കാണപ്പെടുന്ന ഒരു ശിവഭഗവാനെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. മേബി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു ദൈവം എന്ന് പറയുകയാണെങ്കിൽ ഗണപതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശിവഭഗവാൻ, ശിവക്ഷേത്രങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ. ശിവന്റെ തൊട്ടടുത്ത് തന്നെ ഗണപതിയും ഉണ്ടാവും. ഇത് ഹിന്ദുയിസത്തെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല. ശിവക്ഷേത്രങ്ങളിൽ വരുന്ന ഏറ്റവും വലിയതാണ്, ദാരിദ്ര്യമുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവർക്ക് ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ദാരിദ്ര്യ ദഹന ശിവസ്തോത്രം എന്ന് പറയും. അതിൽ ശിവന്റെ ഒരുപാട് രൂപങ്ങൾ പറയുന്നുണ്ട്. ഈ രൂപങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ആക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പറഞ്ഞ ഭഗവാൻ ലോർഡ് ശിവ എന്ന് പറയുന്നത്. ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഭക്തപ്രിയനാണ്. ഭസ്മത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നവരാണ്. അതുപോലെ എന്താ പറയാ, ഗൗരിപ്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് പാർവതി ദേവിയെ കൂടെ കൊണ്ടു നടക്കുമ്പോഴും നമ്മുടെയൊക്കെ ആണുങ്ങളുടെയൊക്കെ ഒരു മോട്ടിവേഷനാണ് ആള്. ഗംഗേനെ തലയിൽ ഒളിപ്പിച്ച് കൂടെ കൊണ്ടുനടന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ശിവഭഗവാൻ. ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ദുഃഖം ശമിപ്പിക്കാനുള്ള ഏകമാർഗം ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് ഹിന്ദുയിസമാണ് കൂടുതൽ ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ എന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ ചെന്ന് പറയാൻ പറ്റുന്നപ്പോഴും കണ്ണടച്ച് നിൽക്കുന്ന ശിവഭഗവാനെ കാണാൻ പറ്റും. നമ്മൾ ആരെങ്കിലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മളധികം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത്. എനിക്ക് അനുഭവങ്ങളുണ്ട്. നമ്മൾ ഏത് ആപത്തിൽ ചെന്നാലും ഒന്ന് രക്ഷപ്പെട്ടു വരും. ചിലപ്പോൾ